നോക്കൂ, ജീവിതത്തിൽ സത്യം പറയേണ്ടിടത്ത് മാത്രമേ സത്യം പറയാവുള്ളൂ. അല്ലാതെ എല്ലായിടത്തും സത്യങ്ങൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തോൽവി മാത്രമേ സംഭവിക്കുകയുള്ളൂ. സത്യം പറയുകയാണ് ഏറ്റവും എളുപ്പമായ മാർഗം. സത്യം പറയുകയാണെങ്കിൽ അത് പിന്നെ ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. അപാരമായ ഓർമ്മശക്തിയുള്ളവനെ നുണ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുകയുള്ളൂ. എത്ര തന്നെ മൂടി വെച്ചാലും ഒരു നാൾ സത്യം ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ഓർക്കുക. സത്യത്തെ കള്ളത്തോട് ചേർക്കുകയോ അത് നിങ്ങൾ അറിയുമ്പോൾ അതിനെ മൂടി വയ്ക്കുകയോ ചെയ്യരുത് എന്ന് പരിശുദ്ധമായ ഖുറാനിൽ പറയുന്നുണ്ട്. കാരണം അർദ്ധസത്യം പലപ്പോഴും അസത്യത്തിന് തുല്യമായി ഭവിക്കുന്നു. ഒരു കണക്കിൽ അസത്യങ്ങളിൽ വെച്ച് ഏറ്റവും കറുത്തതാണ് അർദ്ധസത്യം. നുണയെ നമുക്ക് നുണയായി കണ്ട് മുൻകരുതലെടുക്കാം. എന്നാൽ അർദ്ധസത്യത്തെ സത്യമായി തെറ്റിദ്ധരിപ്പിച്ച് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം വിനാശകരമായിരിക്കും. പറയുമ്പോൾ നമ്മൾ സത്യമേ പറയാവൂ. പക്ഷേ അനവസരത്തിലുള്ള സത്യപ്രഖ്യാപനം നുണയെപ്പോലെ ചീത്തയും ഹാനികരവുമാണ്. അപ്രിയ സത്യം തുറന്നു പറയുമ്പോഴും ഫലം ഇത് തന്നെയാണ് ഭവിക്കുന്നത്. എന്ന് വെച്ച് സത്യത്തെ മൂടിവെക്കണം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സത്യത്തെ അതിൻ്റെ അന്തിമമായ ലക്ഷ്യമെന്തെന്ന് മനസ്സിലാക്കി പ്രയോഗിക്കണം. ജോലിയിലായാലും ബിസിനസ്സിലായാലും ദൈനംദിന ജീവിതത്തിലായാലും എപ്പോഴും സത്യത്തെ മുറുകെ പിടിക്കണം. സത്യം കൂടാതെ സമ്പാദിച്ച ധനം ഒരിക്കലും മനസ്സമാധാനം തരില്ല. ജീവിതത്തെ തന്നെ സത്യമാക്കി തീർത്ത മഹാത്മാവാണ് ഗാന്ധിജി. സത്യത്തിനു വേണ്ടിയുള്ള പരീക്ഷണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. തൻ്റെ ആത്മകഥയ്ക്ക് എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന് പേര് നൽകിയതും അതുകൊണ്ടാണ്.